എല്ലാവർക്കും ഒരിക്കൽ കൂടി 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠഭാഗത്തേക്ക് ഹൃദ്യമായ സ്വാഗതം. Today we are going to talk about Unit 2 first chapter, A Shipwrecked Sailor. കപ്പൽ ഛേദത്തിൽപ്പെട്ട നാവികൻ എന്ന ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കപ്പൽ ഛേദത്തിൽപ്പെട്ട നാവികൻ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് കപ്പൽ ഛേദം എന്ന് പറയുമ്പോൾ മുറിഞ്ഞ കപ്പൽ. ഓക്കെ, സോ സംതിങ് ഹാപ്പൻ, റൈറ്റ്? അപ്പോൾ നമുക്ക് ഈ കഥയെക്കുറിച്ചൊന്ന് നോക്കാം. ദ സ്റ്റോറി ടെൽസ് ദ സാഗ ഓഫ് ലൂയിസ് അലജാൻഡ്രോ വാലസ്കോ, എ 20-year-old sailor who was washed overboard during a storm in the middle of the Caribbean Sea on February 28, 1995. 1995 ഫെബ്രുവരി 28 കരീബിയൻ കടലിന് നടുവിലെ കൊടുങ്കാറ്റിനിടെ കപ്പലിൽ കുളിച്ച 20 വയസ്സുള്ള നാവികനായ ലൂയിസ് അലജാൻഡ്രോ വെലാസ്കോയുടെ കഥയാണ് പറയുന്നത്. ഇവിടെ കപ്പലിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ കപ്പൽ തകർന്ന് വെള്ളത്തിൽ വീണ അലജാൻഡ്രോ വെലാസ്കോ, ഓക്കെ, അദ്ദേഹത്തിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിങ്ങിങ് ടു എ ലൈഫ് റാഫ്റ്റ് വിത്തൗട്ട് ഫുഡ് ആൻഡ് വാട്ടർ, he survived 10 days on the open sea. ഭക്ഷണവും വെള്ളവുമില്ലാതെ ഒരു ലൈഫ് റാഫ്റ്റിൽ പറ്റിപ്പിടിച്ച അദ്ദേഹം 10 ദിവസം തുറന്ന കടലിൽ കിടന്ന് രക്ഷപ്പെട്ടു. What happened to Velasco and his shipmates? നിങ്ങൾക്കറിയാമോ വെലസ്കോക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കും എന്താണ് സംഭവിച്ചതെന്ന്? Let's read the story from the novella and find out what happened to them. നോവലിൽ നിന്നുള്ള കഥ വായിച്ച് അവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പക്ഷേ അതിനു മുൻപ് ഈ കഥാകൃത്തിനെ കുറിച്ച് നമ്മളൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അബൌട്ട് ദ ഓഥർ, എ ഷിപ്പ്‌വ്രെക്ക്ഡ് സൈലർ റിട്ടൺ ബൈ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ്. He was a Colombian novelist, short story writer, screenwriter and journalist. കൊളംബിയൻ നോവലിസ്റ്റും ചെറുകഥാകൃത്തും തിരക്കഥാകൃത്തും അതിലുപരി പത്രപ്രവർത്തകനുമായിരുന്ന ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസാണ് കപ്പൽ ഛേദത്തിൽപ്പെട്ട നാവികൻ എന്ന ഈ കഥ എഴുതിയത്. ഹി വാസ് കോൾഡ് അഫെക്ഷനേറ്റ്ലി കോൾഡ് ഗാബോ. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഗാബോ എന്നാണ് വിളിച്ചിരുന്നത്. ഹി വാസ് അവാർഡഡ് ദ New STD International Prize for Literature in 1972 and the Nobel Prize for Literature in 1982. 1982 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനവും 1972 ന്യൂ സ്റ്റഡി ഇൻ്റർനാഷണൽ പ്രൈസും സാഹിത്യത്തിലൂടെ അദ്ദേഹം നേടുകയുണ്ടായി. മാർക്കസ് ഫസ്റ്റ് മേജർ വർക്ക് ഈസ് ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്‌വ്രെക്ക്ഡ് സൈലർ. അദ്ദേഹത്തിൻ്റെ മുറിഞ്ഞ കപ്പലിൽപ്പെട്ട നാവികൻ എന്ന ഈ കഥയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ. വിച്ച് ഹി റോട്ട് ആസ് എ ന്യൂസ് പേപ്പർ സീരീസ് ഇൻ 1955. 1955 ഒരു ന്യൂസ് പേപ്പർ സീരീസായി എഴുതി തുടങ്ങിയതാണ് ഈ കഥ. ഹിസ് ബെസ്റ്റ് നോൺ നോവൽസ് ഇൻക്ലൂഡ് 100 Years of Solitude in 1967, The Autumn of the Patriarch and Love in the Time of Cholera. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ ഉൾപ്പെടുന്നതാണ് 100 വർഷത്തെ ഏകാന്തത, അതുപോലെ ഗോത്രപിതാവിൻ്റെ ശരത്കാലവും കോളറയുടെ കാലത്തെ സ്നേഹവും എന്ന കഥകൾ. സോ ഇതാണ് ഈ ഓഥറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് അവർ സ്റ്റോറി, എ ഷിപ്പ്‌വ്രെക്ക്ഡ് സൈലർ, കപ്പൽ ഛേദത്തിൽപ്പെട്ട നാവികൻ. ഡിയർ ഓൾ, നമ്മൾ ഈ കഥ പറയുന്നത് പാരഗ്രാഫ് ടു പാരഗ്രാഫ് എന്ന രീതിയിലാണ്. അതായത് ഒരു പാരഗ്രാഫ് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ആ പാരഗ്രാഫിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. റെഡിയാണല്ലോ? My first impression was that I was entirely alone in the middle of the ocean. The ship plunged into an abyss and disappeared. I had no idea what was happening.
I took hold of one of the bobbing cracks and stupidly began to contemplate the sea. It was a perfectly clear day, except for the choppy waves produced by the wind and the cargo scattered across the surface. There was no evidence of a shipwreck. Soon I began to hear shouts nearby. Through the sharp whistling of the wind, I recognized the voice of Giulio Amadeo Carabello, the tall, well-built officer who was yelling at someone, "Fatso, hold there!" നടുക്കടലിൽ ഞാൻ തികച്ചും ഒറ്റയ്ക്കാണെന്നായിരുന്നു എൻ്റെ ആദ്യ ധാരണ. കപ്പൽ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് താഴ്ന്ന് അപ്രത്യക്ഷമായി. എന്താണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയുമില്ലായിരുന്നു. പൊങ്ങുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മരണപ്പെട്ടിയിൽ പിടിച്ച് ഞാൻ ശ്രദ്ധാപൂർവം കടലിൽ നോക്കി. അതൊരു തെളിഞ്ഞ ദിവസമായിരുന്നു. കടലിൻ്റെ ചെറിയ പ്രക്ഷുബ്ധതയും ചിതറിക്കിടന്നിരുന്ന കപ്പൽ ചരക്കുകളും ഒഴിച്ചാൽ കപ്പൽ ഛേദത്തിൻ്റെ തെളിവുകളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് സമീപത്തായി ഉറക്കെയുള്ള വിളികൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. കാറ്റിൻ്റെ നിശിതമായ ചൂളം വിളികൾക്കിടയിലൂടെ ജൂലിയോ അമജോർ കെരാബെലോയുടെ ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു. ദീർഘകായകനും ആരോഗ്യ ദൃഢഗാത്രനുമായ അദ്ദേഹം ആരോടോ ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു, "തടിയാ, അവിടെ പിടിച്ചോ." Paragraph 2. It was as if in that instant I had awakened from a moment's deep sleep. It dawned on me that I wasn't alone in the sea. There only a few meters away, my mates were shouting to one another and trying to stay afloat. Quickly, I began to think. I couldn't swim in just any direction. I knew we were about 50 miles from Cartagena, but I was not yet frightened. For a moment I thought I could hold on to the crate indefinitely until help arrived. It was reassuring to know that all around me other sailors were in the same predicament. That was when I saw the raft. ഒരു നിമിഷ നേരത്തെ ഗാഠനിദ്രയ്ക്ക് ശേഷം ഞാൻ പെട്ടെന്ന് ഉണർന്നതുപോലെയായിരുന്നു. കടലിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ബോധം എന്നിൽ ഉദിച്ചു. അവിടെ ഏതാനും മീറ്റർ അകലെ എൻ്റെ സഹയാത്രികർ ഉച്ചത്തിൽ വിളിക്കാനും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ഒരു ദിശയിലേക്കും നീന്താൻ എനിക്ക് കഴിയില്ല. ഞങ്ങൾ കാർട്ടാജീനയിൽ നിന്ന് ഏതാണ്ട് 50 മൈൽ അകലെയായിരുന്നു. പക്ഷെ ഞാൻ ഭയപ്പെട്ടില്ല. സഹായം എത്തുന്നതുവരെ മരപ്പെട്ടിയിൽ അനിശ്ചിതമായി പിടിച്ചിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ചുറ്റുമുള്ള സഹയാത്രികരെല്ലാം ഇതേ വിഷമാവസ്ഥയിലാണെന്നറിഞ്ഞത് ആത്മവിശ്വാസം പകർന്നതായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ ചെങ്ങാടം കണ്ടത്. Paragraph 3. There were 2 life rafts about 7 meters apart. They appeared unexpectedly on the crest of a wave near where my mates were calling out. It seemed odd that none of them could reach the life rafts. In an instant, one of the rafts disappeared from view. I couldn't decide. I found myself swimming towards the one I could see, which was moving farther away from me. I swam for about 3 minutes. I lost sight of the raft momentarily, but I was careful not to lose my bearings. Suddenly, a rough wave pushed the rafts alongside me. It was huge, wide and empty. I struggled to grab the rigging and jump aboard. I made it on the 3rd try. Once on the raft, panting, whipped by the wind, immobilized and freezing, I found it hard to sit up. Then I saw 3 of my mates near the raft, trying to reach it. ഏതാണ്ട് 7 മീറ്റർ അകലം വിട്ട് 2 ചെങ്ങാടങ്ങളുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ ഉറക്കെ വിളിക്കുന്നിടത്ത്
എൻ്റെ സുഹൃത്തുക്കൾ ഉറക്കെ വിളിക്കുന്നതിനടുത്താണ് തിരയുടെ മുകളിൽ അപ്രതീക്ഷിതമായി അവ പ്രത്യക്ഷപ്പെട്ടത്. അവരെല്ലാവർക്കും തന്നെ ആ ജീവൻ രക്ഷാ ചെങ്ങാടങ്ങൾ കരികിലെത്താൻ കഴിഞ്ഞില്ല എന്നത് അതിശയകരമായി തോന്നി. ഒരു നിമിഷത്തിനുള്ളിൽ ഒരു ചെങ്ങാടം കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. ഏതാണ് എന്നിൽ നിന്ന് കൂടുതൽ അകലെ എന്ന് തീരുമാനിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കണ്ടതിന് നേരെ ഞാൻ നീന്തി. ഏതാണ്ട് 3 മിനിറ്റ് നേരം ഞാൻ നീന്തി. അല്പനേരത്തേക്ക് ആ ചെങ്ങാടൻ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു. പക്ഷേ ചിന്താക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്ന് ഉഗ്രമായ ഒരു തിര ചെങ്ങാടങ്ങളെ എൻ്റെ അരികത്തേക്ക് തള്ളി നീക്കി. വലിയ വെളുത്ത ശൂന്യമായ ഒരു തിരമാലയായിരുന്നു അത്. പായ്മരത്തിൽ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് ചാടി. 3ാമത്തെ തവണ ഞാൻ ചെങ്ങാടത്തിൽ കയറി. അണപ്പും ശക്തമായ കാറ്റടിയും മരവിപ്പും ശൈത്യവും കൊണ്ട് നേരെ ഇരിക്കാൻ പോലും ബുദ്ധിമുട്ടായി തോന്നി. അപ്പോൾ എൻ്റെ 3 സുഹൃത്തുക്കൾ ചെങ്ങാടത്തിനരികിൽ അതിൽ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായി ഞാൻ കണ്ടു. പാരഗ്രാഫ് 4. I recognized them immediately. Castillo had a firm grip around Caraballo's neck. Caraballo, who had been on watch when the accident occurred, was wearing his life jacket. He yelled, "Hold on tight, Castillo!" They floated amid the scattered cargo about 10 meters away. On the other side was Louis Rangifo, trying to stay above water with his headphones aloft in his right hand. He had stripped off his shirt so that he could swim better, but he had lost his life jacket. Even if I hadn't seen him, I would have recognized his cry, "Fatso, paddle over here!" ഞാൻ പെട്ടെന്ന് അവരെ തിരിച്ചറിഞ്ഞു. കാസ്റ്റിലോ കാരബെലോയുടെ കഴുത്തിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. അപകടമുണ്ടായപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കാരബെലോ ജീവൻ രക്ഷാകുപ്പായം ധരിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ വിളിച്ചു പറഞ്ഞു, "കാസ്റ്റിലോ, മുറുകെ പിടിച്ചോളൂ." ഏതാണ്ട് 10 മീറ്റർ അകലെ ചിതറിക്കിടന്ന ചരക്കുകൾക്കിടയിൽ അവർ ഒഴുകി നടന്നു. മറുവശത്ത് റഞ്ചിഫോ ഉണ്ടായിരുന്നു. അയാൾ ഹെഡ്ഫോണുകൾ വലതു കൈയിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അനായാസം നീന്തുവാൻ അയാൾ ഷർട്ട് ഊരി മാറ്റിയിരുന്നു. പക്ഷേ അയാളുടെ ജീവൻ രക്ഷാകുപ്പായം നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ അയാളെ കണ്ടില്ലായിരുന്നുവെങ്കിലും "തടിയാ, ഇങ്ങോട്ട് വാ!" അയാളുടെ ഉച്ചത്തിലുള്ള വിളി തിരിച്ചറിയുമായിരുന്നു. Then paragraph 5. I quickly grabbed the oars and tried to get closer to the men. Carabello, with Castillo clinging to his neck, near the raft, much farther away, looking small and desolate. Was the fourth of my mates, Ramon Herrera, who was waving at me while he held on to kite. പെട്ടെന്ന് ഞാൻ തുടകളെടുത്ത് അവരുടെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചു. കാരബെലോ കഴുത്തിൽ പിടിച്ചിരിക്കുന്ന കാസ്റ്റിലോയോട് കൂടി ചെങ്ങാടത്തിനരികിലെത്തി. കുറെ കൂടി അകലെ ചെറുരൂപത്തിൽ ദുഃഖിതനായി എൻ്റെ 4ാമത്തെ സുഹൃത്ത് രാമോൻ ഹെരേരെ കാണപ്പെട്ടു. ഒരു മരപ്പെട്ടിയിൽ പിടിച്ചുകൊണ്ട് അയാൾ എൻ്റെ നേരെ കൈവീശുന്നുണ്ടായിരുന്നു. പാരഗ്രാഫ് 6. If I had to decide, I wouldn't have known which of my mates to go after first. But when I saw Herrera, the happy young man from Arjona, who had been with me only a few moments before, I began to paddle furiously. But the life raft was almost 2 meters long. It was very heavy in that lurching sea, and I had to row against the wind. I don't think I managed to advance more than a meter. Desperate, I looked around once more and saw that Herrera had disappeared. Only Rangifo was swimming confidently towards the raft. I was sure he would make it. I had heard him snoring below my bunk, and I was convinced that his serenity was stronger than the sea. ഏത് സുഹൃത്തിൻ്റെ അടുത്തേക്ക് ആദ്യം പോകണം അത് തീരുമാനിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ എനിക്കറിയാൻ പാടില്ലാതാകുമായിരുന്നു. പക്ഷേ അർജോനയിൽ നിന്ന് വന്ന എപ്പോഴും സന്തോഷവാനായിരുന്ന അല്പസമയം മുമ്പ് വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനായ ഹെരേരയെ കണ്ടപ്പോൾ ഞാൻ സർവ്വശക്തിയുമെടുത്ത് ഭ്രാന്തമായി അങ്ങോട്ട് തുഴയാൻ തുടങ്ങി. പക്ഷേ ചെങ്ങാടം ഏറെക്കുറെ 2 മീറ്റർ അകലെയായിരുന്നു.
ഇളകി മറിയുന്ന കടലിൽ തുഴയുന്നത് ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് കാറ്റിനെതിരെ തുഴയേണ്ടതായും വന്നു. 1 മീറ്ററിൽ കൂടുതൽ മുന്നേറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിരാശനായി ഞാൻ ഒരിക്കൽ കൂടി ചുറ്റും നോക്കി. പക്ഷേ അപ്പോഴേക്കും ഹെരേരെ അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. റഞ്ജിഫോ മാത്രം ആത്മധൈര്യത്തോടെ ചങ്ങാടത്തിന് നേരെ നീന്തുന്നുണ്ടായിരുന്നു. അയാൾ ചങ്ങാടത്തിൽ കയറി പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ കിടക്കയുടെ താഴത്തെ കിടക്കയിൽ കിടന്നിരുന്ന അയാൾ കുറുക്കം വലിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അയാളുടെ ശാന്തത കടലിൻ്റെ ശാന്തതയേക്കാൾ ശക്തിയുള്ളതായിരുന്നുവെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. പാരഗ്രാഫ് 7. In contrast, Carabello was struggling with Castillo, so that Castillo wouldn't let go of his neck. They were less than 3 meters away. I figured that if they got just a little closer, I could hold out an oar for them to grab. But at that moment, a gigantic wave lifted the raft, and from the top of the huge crest, I could see the mast of the small ship heading away from me. When I came down again, Carabello had vanished, with Castillo hanging on to his neck. Alone, 2 meters away, Rengifo was still swimming calmly towards the raft. അപ്പോൾ മറുവശത്ത് കാസ്റ്റിലോ കാരബെല്ലയുടെ കഴുത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനായി പരിശ്രമിക്കുകയായിരുന്നു. 3 മീറ്ററിൽ താഴെയായിരുന്നു അവരുമായുള്ള അകലം. അവർ കുറച്ചുകൂടി അടുത്തു വന്നിരുന്നുവെങ്കിൽ ഒരു തുഴ അവർക്ക് നീട്ടിക്കൊടുക്കാമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അപ്പോൾ വലിയ ഒരു തിര ചെങ്ങാടത്തെ മേലോട്ടുയർത്തി. പായ്മരം എന്നിൽ നിന്ന് അകലുന്നത്, എതിർദിശയിലേക്ക് മറിയുന്നത് തിരയുടെ മുകളിൽ ചെങ്ങാടത്തിലിരുന്നു കൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. തിര താഴ്ന്നപ്പോഴേക്കും ഞാൻ താഴ്ന്നു വന്നപ്പോഴേക്കും കരബലോ കഴുത്തിൽ പിടിച്ച് തൂങ്ങിക്കിടന്നിരുന്ന കാസ്റ്റിലോയോടൊപ്പം അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. 2 മീറ്റർ അകലെ ഏകനായ റഞ്ജിഫോ അപ്പോഴും ശാന്തമായി ചെങ്ങാടത്തിനടുത്തേക്ക് നീന്തുന്നുണ്ടായിരുന്നു. പാരഗ്രാഫ് 8. I don't know why I did this absurd thing. Knowing I couldn't move forward, I put the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. Rengifo, exhausted, paused a moment, then raised his arm as he had when he held his headphones aloft, and shouted again, "Fatso, row over here." ചെങ്ങാടം മുമ്പോട്ട് നീങ്ങില്ല എന്നറിയാമായിരുന്നിട്ടും അത് നീങ്ങാതിരിക്കാനെന്ന പോലെ സ്ഥിരമായി നിർത്താനുമെന്ന പോലെ ഞാൻ തുഴ വെള്ളത്തിലിട്ടു. ഈ അബദ്ധം എന്തിനു ചെയ്തു എന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. അത്യധികം തളർന്ന റഞ്ജിഫോ ഹെഡ്ഫോൺ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴത്തെ പോലെ കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, "തടിയാ, ഇങ്ങോട്ട് തുഴഞ്ഞു വാ." പാരഗ്രാഫ് 9. The wind was blowing from his direction. I yelled that I couldn't row against the wind, that he should make another try, but I felt he hadn't heard me. The crash of cargo had disappeared and the life raft danced from side to side. Battered by the waves. In an instant, I was 5 meters away from Rengifo and had lost sight of him. But he appeared in another spot, still not panicking, ducking underwater to prevent the waves from sweeping him away. I stood up, holding out the oar, hoping Rengifo could get close enough to reach it. But then I could see he was tiring, losing heart. He called to me again, singing, "Fatso, Fatso." റഞ്ജിഫോയുടെ ദിശയിൽ നിന്നായിരുന്നു കാറ്റ് വീശിക്കൊണ്ടിരുന്നത്. കാറ്റിനെതിരായി തുഴയാൻ പറ്റില്ലെന്നും അതുകൊണ്ട് അയാൾ വീണ്ടും ഒരു ശ്രമം കൂടി നടത്തണമെന്നും ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞത് അയാൾ കേട്ടില്ലെന്ന് എനിക്ക് തോന്നി. മരപ്പെട്ടികൾ അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. തിരമാലകളാൽ തകർക്കപ്പെട്ട ജീവൻ രക്ഷാ ചെങ്ങാടങ്ങൾ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി. പെട്ടെന്ന് ഞാൻ റഞ്ജിഫോയിൽ നിന്ന് 5 മീറ്റർ അകലെയായി. അപ്പോൾ അയാളെ കാണാതായി. പക്ഷേ ഭയസംഭ്രങ്ങളൊന്നുമില്ലാതെ, അതായത് ഭയപ്പാടൊന്നുമില്ലാതെ
തിരമാലകൾ അകലേക്ക് കൊണ്ടുപോകാതിരിക്കാനായി മുങ്ങി മറ്റൊരിടത്ത് പൊങ്ങി. റെഞ്ചിഫോയ്ക്ക് തുഴയിൽ പിടിക്കാൻ കഴിയുന്നത്ര അടുത്ത് വരാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് തുഴ നീട്ടിപ്പിടിച്ചു. പക്ഷേ അപ്പോൾ അയാൾ ക്ഷീണിതനും ആത്മധൈര്യം നഷ്ടപ്പെട്ടവനുമായി. മുങ്ങിക്കൊണ്ട് അയാൾ വിളിച്ചു, ഫാറ്റ്സോ ഫാറ്റ്സോ. പാരഗ്രാഫ് 10. I tried to row, but it was as hopeless as the first time. I made a last try so that Ranjifa could reach the oar, but the raised hand, which a few minutes earlier had been trying to keep the headphones from singing, sang forever, less than 2 meters from the oar. ഞാൻ തുഴയാൻ ശ്രമിച്ചു, പക്ഷേ അത് ആദ്യത്തേതുപോലെ തന്നെ നിരാശാജനകമായിരുന്നു. റെഞ്ചിഫോക്ക് പിടിക്കാനായി ഞാൻ ഒരു അവസാന ശ്രമം നടത്തി. പക്ഷേ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഹെഡ്ഫോൺ മുങ്ങിപ്പോകാതെ ഉയർത്തിപ്പിടിച്ചിരുന്ന ആ കൈ തുഴയിൽ നിന്ന് 2 മീറ്ററിൽ താഴെ അകലത്തിൽ എന്നേക്കുമായി താഴ്ന്നുപോയി.